പ്രിയപ്പെട്ടവരെ, നമുക്ക് രാഹുവിനെ കുറിച്ച് അറിയണ്ടേ? വളരെ ചെറിയ ഒരു എപ്പിസോഡാണിത്. കാരണം മറ്റ് ഗ്രഹങ്ങളെ പോലെ ഉള്ള പ്രാധാന്യം രാഹുവിനില്ല, കേതുവിനും ഇല്ല. അവരെ നമുക്ക് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയോ ചെയ്യാത്ത ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ. രാഹുവിനെ കുറിച്ചെല്ലാം നേരത്തെ പറയുന്ന എപ്പിസോഡിൽ പറയുന്ന രീതിയിൽ പുരാണ കഥകളുണ്ട്, പുരാവൃത്തങ്ങളുണ്ട്. സിംഹികയൻ എന്ന ഒരു രാക്ഷസൻ, അസുരൻ, പാലാഴി മഥന സമയത്ത് അമൃത് കട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാവിഷ്ണു കാണുകയും ചക്രായുധം പ്രയോഗിച്ച് അയാളെ വധിക്കുകയും, എന്നാൽ ലേശം അമൃത് അകത്ത് ചെന്നത് കാരണം അയാൾ മരണപ്പെട്ടില്ല. തല രാഹുവായി, വാല് കേതു, ഉടല് കേതുവായി. അതാണ് രാഹുകേതുക്കളെ കുറിച്ചുള്ള കഥ ഒറ്റ വാചകത്തിൽ പറഞ്ഞത്. നീട്ടിപ്പരത്തിയൊക്കെ പറയാം, അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളുമാണ്, കണ്ട കാര്യങ്ങളുമാണ്. അപ്പം രാഹു എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് രാഹുദശ അല്ലെങ്കിൽ രാഹുകാലം എന്നെല്ലാമാണ് ഓർമ്മ വരുന്നത്. എല്ലാ ദിവസവും എല്ലാവരും പറയുന്നതാണ് രാഹുകാലത്തെക്കുറിച്ച്. പുണ്യകർമ്മങ്ങൾ തുടങ്ങുമ്പോഴും യാത്ര പുറപ്പെടുമ്പോഴും മറ്റെല്ലാ കല്യാണത്തിനും എന്ന് വേണ്ട എല്ലാ കാര്യത്തിനും രാഹുകാലം പ്രത്യേകിച്ച് പരിഗണിക്കുന്നു. നോമിനേഷൻ കൊടുക്കാനും മന്ത്രിസഭ സ്ഥാനാരോഹണം നടത്താനും സർക്കാർ ഓഫീസുകൾ, കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പോലും ഇപ്പോൾ രാഹുകാലത്തെ പരിഗണിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പണ്ടൊന്നും ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശാസ്ത്രം പുരോഗമിച്ച് ശാസ്ത്രയുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ള വസ്തുത പരസ്യമായ രഹസ്യമാണ്. എല്ലാവരും അതിവിപ്ലവം പറയും, എല്ലാവരും പുരോഗമനം പറയും. പക്ഷേ അവരവരുടെ കാര്യത്തോടെടുക്കുമ്പോൾ അവരുടെ പുരയിടങ്ങൾ നിർമ്മിക്കാനും അതുപോലുള്ള കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കാനും എല്ലാം ഈ രാഹുകാലത്തെ പരിഗണിക്കാതെ ഒരാളും പോകുന്നില്ല. എല്ലാവരും അതുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. ഉള്ളിനുള്ളിൽ ഭയമുണ്ട്, ഉള്ളിനുള്ളിൽ അവരവർക്ക് വരാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച് നല്ല ബോധമുണ്ട്. അപ്പോൾ സംഗതിയൊക്കെ മാറി മറിയും. ഇതാണ് നമ്മുടെ സമുദായ മധ്യത്തിൽ നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ രാഹു എന്ന് പറയുന്ന ആ ഗ്രഹം, കേതു എന്ന് പറയുന്ന ഗ്രഹം, ഇവർ പ്രതിലോമകാരികളാണ്. എന്ന് വെച്ചാൽ പിറകോട്ടാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ 1-ന്ന് 2-ലേക്ക് പോകും, അല്ലെങ്കിൽ 2-ന്ന് 3-ലേക്ക് പോകും. രാഹു മുന്നോട്ടല്ല, പുറകോട്ടാണ് സഞ്ചരിക്കുക. രാഹു മാറിയെന്ന് പറഞ്ഞാൽ ഇപ്പം 5-ൽ നിൽക്കുന്ന രാഹു മാറുന്നത് 4-ലേക്കാണ്. അതുപോലെ 10-ൽ നിൽക്കുന്ന കേതു മാറുന്നത് 9-ലേക്കാണ്. അതാണ് അവരുടെ പ്രത്യേകത. ഇത് പ്രത്യേകം ഓർത്തിരിക്കണം. അവർ പുറകോട്ട് വക്രത്തിൽ പോകുന്നവരാണ്, പ്രതിലോമകാരികളാണ്, പ്രതിലോമമായി സഞ്ചരിക്കുന്നവരാണ്. രാഹുവിൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണ്? രവി, ചന്ദ്രൻ, ഗുരു. രവി, ചന്ദ്രൻ, വ്യാഴം. ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം. ബന്ധുക്കൾ ആരൊക്കെയാണ്? ബുധനും ശനിയും ശുക്രനും ബന്ധുക്കളാണ്. സമൻ ആരാണ്? കുജനാണ്. ഇതാണ് രാഹുവിൻ്റെ ശത്രുമിത്ര സ്ഥിതി. അപ്പോൾ രാഹുകാലത്തെക്കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു. പലതും പറയുമെങ്കിലും രാഹുകാലം നോക്കിയിട്ട് കാര്യങ്ങൾ തുടങ്ങുന്നതും അതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. എങ്കിലും രാഹുകാലം സാധാരണ പഞ്ചാംഗത്തിലും കലണ്ടറിലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തിങ്കളാഴ്ച രാവിലെ 7:30 മുതൽ 9 വരെ, ചൊവ്വാഴ്ച 3 മുതൽ 4:30 വരെ എന്നൊക്കെ ഇങ്ങനെ കാണാം. ശനിയാഴ്ച 9 മുതൽ 10:30 വരെ. ഇങ്ങനെ ഓരോ ദിവസത്തെ രാഹുകാലങ്ങൾ നമ്മൾ പഞ്ചാംഗത്തിലോ അല്ലെങ്കിൽ കലണ്ടറിലോ നോക്കിയാൽ കാണാം. പക്ഷേ യഥാർത്ഥ രാഹുകാലം ഈ പറയുന്ന സമയം അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അന്നത്തെ ഉദയം നോക്കണം. ചിലപ്പോൾ 6:10 ഉദിക്കുന്നത്. കൃത്യം 6 മണി കണക്കിനാണ് ഈ 7:30 മുതൽ 9 വരെ, അല്ലെങ്കിൽ 9 മുതൽ 10:30 വരെ എന്നൊക്കെ കണക്കാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉദയം 6:10, 6:20, 6:40, 6:50 ഉദിക്കുന്ന മാസങ്ങളുണ്ട് ഈ മാസങ്ങളിൽ. അപ്പോൾ 6:50 ഉദിച്ചാൽ 50 മിനിറ്റ്
നമ്മൾ ഈ പറയുന്നതിൽ വ്യത്യാസം വരും. എത്ര മിനിറ്റിനാണോ ഉദയം വരുന്നത്, എത്ര നാഴികയ്ക്കാണോ ഉദയം വരുന്നത്, എത്ര മണിക്കാണോ ഉദയം വരുന്നത്, അതനുസരിച്ചാണ് രാഹുകാലത്തിന്റെ വ്യത്യാസം വരുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. തിങ്കളാഴ്ച രാവിലെ 7:30 മുതൽ 9 വരെ എന്ന് പറഞ്ഞാൽ അന്ന് ഉദയം 6 മണിക്കായിരിക്കണം. പക്ഷെ ഉദയം 6 മണിക്കായിരിക്കില്ല. പല മാസങ്ങളിലും ഉദയത്തിന് വ്യത്യാസങ്ങൾ, കയറ്റിറക്കങ്ങൾ ഉണ്ടാവും. അതനുസരിച്ച് രാഹു കാലവും വ്യത്യാസപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ രാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മേടം മുതൽ കന്നി വരെയുള്ള രാശിയിൽ രാഹു ബലവാനാണ്. അവിടെയൊക്കെ നിന്നാൽ എന്തെങ്കിലും ഒരു ഗുണമൊക്കെ അയാൾ തരും. പക്ഷെ എന്തെങ്കിലും ഗുണം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്ത് ചെല്ലുന്നുവോ ആ സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് കാലത്തിനും കോലത്തിനും അനുസരിച്ച് അയാൾ മാറും, രൂപം മാറും, അയാളുടെ സ്വഭാവം മാറും. പക്ഷെ മേടം മുതൽ കന്നി വരെ പൊതുവിൽ രാഹു അനുകൂലിയാണ്, സാമാന്യ ഫലങ്ങൾ തരുന്ന ആളാണ് എന്ന് ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ട്. കേന്ദ്ര ത്രികോണാധിപനോട് ചേർന്നാൽ, അല്ലെങ്കിൽ കേന്ദ്രാധിപനോട് ചേർന്ന് ത്രികോണത്തിൽ നിന്നാൽ, കേന്ദ്രാധിപനോട് ചേർന്ന് 4, 7, 10 അധിപനോട് ചേർന്ന് ത്രികോണത്തിൽ നിന്നാൽ രാഹു ഗുണദായകനാണ്, ഫലദായകനാണ് എന്ന് പറയുന്നു. മേടത്തിൽ രാഹുവും കുജനും കൂടി ചേർന്ന് നിന്നാൽ ആ വ്യക്തി ഡോക്ടറോ വൈദ്യനോ ആയി തീരുമെന്ന് പറയുന്നു. 10ൽ രാഹു നിൽക്കുന്ന വ്യക്തി നല്ല സർജൻ, ഗൈനക് സർജൻ, ഗൈനക്കോളജിസ്റ്റ് ആണ് ഗൈനക് സർജൻ, അല്ലാത്ത രീതിയിലാണ് ജനറൽ സർജൻ എന്നുള്ള രീതിയിലായി തീരും എന്നെല്ലാം നമുക്ക് പറയാം. അത് അയാളുടെ ജാതകത്തിലെ മറ്റു കാര്യങ്ങൾ കൂടി വേണം. ചിലപ്പോൾ 10ൽ രാഹു നിൽക്കുന്ന ആളുകൾ വള്ളം ഊന്നി നടക്കുന്ന കടത്തു തോണിക്കാരനായിരിക്കും. അയാളുടെ ജാതകത്തിൽ ഭിഷഗ്വരനാവാൻ ഉള്ള യോഗം ഉണ്ടെങ്കിലാണ് ഈ സംഭവിക്കുന്നത് കേട്ടോ. ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം വർത്തമാനം പറയാനായിട്ട്. 10ൽ രാഹു നിന്നു, ഞാൻ ഡോക്ടറായില്ല, ഞാൻ കായ വറക്കാൻ നിൽക്കുകയാണ് ഉപ്പേരിക്കടയിൽ എന്നെല്ലാം പറഞ്ഞാൽ കുഴങ്ങിപ്പോവും. അപ്പം ഇതെല്ലാം നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് വേണം പറയാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ രാഹുകാലത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി രാഹുവിനൊരു പ്രത്യേകതയുണ്ട്. ഈ എല്ലാ ഗ്രഹങ്ങളിലും സൂര്യൻ മുതൽ നമ്മൾ ശനി വരെയുള്ള ഗ്രഹങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷണ ബലം രാഹുവിനാണ്. രാഹുവിൻ്റെ ആകർഷണ ബലമാണ് രാഹുവിനെ രാഹുവാക്കുന്നത്. രാഹുകാലത്ത് ആകർഷണ ബലം കൊണ്ട് പ്രേമം മുട്ടിടും. ഏത് പ്രായക്കാരനായാലും, 50 വയസ്സുകാരനായാലും 70 വയസ്സുകാരനായാലും ഈ വികാരം മുട്ടിടും. അത് ആണിനായാലും പെണ്ണിനായാലും ഉണ്ടാവും. അതുകൊണ്ട് എന്തുണ്ടാവും, ഈ രാഹുദശാകാലത്ത് സാധാരണഗതിയിൽ വഴിവിട്ട വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകുകയും ആ വിവാഹ ബന്ധങ്ങൾ അലോസരത്തിൽപ്പെടുകയും തല്ലിപ്പിരികയോ ചിലപ്പോൾ ഒത്തുചേർന്ന് പോവുകയും ചെയ്യാം. രണ്ടും സംഭവിക്കാം. കാരണം ആകർഷണ ബലമാണ്. അത് പിന്നെ ജാതിയാകാം, ഒരു പാരിറ്റിയും ഇല്ലാത്ത രീതിയിലായിരിക്കാം. ചിലപ്പോൾ PhD ഡോക്ടറോ അല്ലെങ്കിൽ FRCS ഡോക്ടറോ വിവാഹം കഴിക്കുന്നത് 10ാം ക്ലാസ്സും കുസ്തിയുള്ള ഒരാളെയാണെങ്കിലോ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ഈ ആകർഷണത്തിന് യാതൊരു അതിരുമില്ല, അതിന് കണ്ണില്ല. ആകർഷണം രാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്, പ്രേമം ഉണ്ടാക്കും. രാഹു ദശയിൽ ചൊറി, ചിരങ്ങ്, അതുപോലെ ത്വക്ക് രോഗങ്ങൾ, കണ്ണ്, എല്ല്, പല്ല് മുതലായ സ്ഥലങ്ങളിൽ അരോഗ്യം ഉണ്ടാക്കുക, ഉരുണ്ട് വീണ് അസ്ഥി ഒടിയുക, അതുപോലെ ഉദര രോഗങ്ങൾ ഉണ്ടാകുക, അമീബിയാസിസ് അതുപോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുക എന്ന് വേണ്ട പലതരത്തിലുള്ള വിക്രിയകളാണ് രാഹുവിൻ്റെ കയ്യിലുള്ളത്. നാടും വീടും വിട്ട് വിദേശത്തേക്ക് പോവുക, അന്യഭാഷാ പഠനം ഉണ്ടാകുക. അന്യഭാഷാ പഠനത്തിൻ്റെ ആളാണ് രാഹു. 18 കൊല്ലമാണ് രാഹു ദശ. ഏറ്റവും കൂടുതൽ ശുക്രൻ, അത് കഴിഞ്ഞാൽ 19 കൊല്ലം ശനി, അത് കഴിഞ്ഞാൽ രാഹു 18 കൊല്ലമാണ്. 3, 6, 18 കൊല്ലം. അതിൽ 3ആക്കി ഭാഗിച്ചാൽ 1 6
സാമാന്യ ഗുണഫലവും 1 മധ്യമ ഗുണഫലവും അവസാനത്തെ, അല്ലെങ്കിൽ ഏത് 6 ഈ 3 ആദ്യത്തേതാകാം, മധ്യമാകാം, അവസാനമാകാം, ഗുണവും തരും. ഒറ്റയടിക്ക് 18 കൊല്ലവും ഗുണം രാഹു 11 നിന്നാൽ മാത്രമേ കിട്ടുള്ളൂ. രാഹുവിന് ഇഷ്ടസ്ഥാനം എന്ന് പറയാൻ 3, 6, 11. അത് ചന്ദ്രനെ ആസ്പദമാക്കിയായാലും ലഗ്നാലായാലും ഈ 11ാം ഭാവത്തിലെ രാഹു, 10ലെ രാഹു നല്ലതാണ്, 10ൽ പാമ്പെങ്കിലും വേണമെന്നൊക്കെ പറയും. പക്ഷെ ഈ 2-3 സ്ഥാനങ്ങളിൽ മാത്രമാണ് അയാൾ ഗുണഫലങ്ങൾ തരുന്നത്. ആ ഗുണഫലങ്ങൾ സാധാരണഗതിയിൽ ആ രാഹുവിൻ്റെ ദശയിൽ ഉടനീളം കാണാം. അല്ലാത്ത സ്ഥലത്തെല്ലാം ഈ 3, 6-ൽ 1 നല്ലത്, 1 മധ്യമം, 1 മോശം, ഇങ്ങനെയായിട്ടാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അനുഭവ സാക്ഷ്യം അതാണ്. അത് ഇപ്പൊ നിയമമായിട്ട് എഴുതി വച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആകർഷണ ബലത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ രാഹു ഉണ്ടാക്കുന്നതായ പ്രേമങ്ങളും രാഹു ഉണ്ടാക്കുന്നതായ കുട്ടീശ്വരങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകം ഓർത്തിരിക്കണം ഇത്തരം കാര്യങ്ങൾ. നമ്മൾ അറിയാതെ ഇതിൽ വഴുതി വീണു. ഇത്തരം കാര്യങ്ങൾ വഴുതി വീണ് നമ്മളാകെ ബേജാറാവും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ രാഹുവിനായിട്ടൊരു ദൈവമില്ല. രാഹു ദശാകാലത്ത് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ രാഹുവിൻ്റെ ശല്യം മാറാൻ നമ്മൾ എന്ത് ചെയ്യണം? രാഹുവിൻ്റെ സ്തോത്രം ജപിക്കാം. അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. സർപ്പപ്രീതി നടത്താം. സർപ്പക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങൾ, വെണ്ണാർശാല, പാമ്പും മേക്കാട്, ആമേട, അതുപോലെ ഒരുപാടെണ്ണം പറയാനുണ്ട്. അവിടെ എല്ലാം പോയി നമുക്ക് ദർശനം നടത്താം. അത് വളരെ വിശേഷമാണ്. ഓരോ സ്ഥലത്ത് പാമ്പേക്കാടാണെങ്കിൽ വാസുകിയാണ്, മറ്റൊരു സ്ഥലത്ത് അനന്തനായിരിക്കും, ചില സ്ഥലത്ത് തക്ഷകനായിരിക്കും, കാർക്കോടകനായിരിക്കും, ശംഖപാലനായിരിക്കും, മുളികനായിരിക്കും. അങ്ങനെ അഷ്ടനാഗങ്ങൾ പ്രതിഷ്ഠയായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയൊക്കെ പോയി നമുക്ക് ദർശനം നടത്താം. അവിടെ ഇഷ്ടവഴിപാടുകൾ നമുക്ക് കഴിക്കാം. പിന്നെ രാഹുവിനെ സംബന്ധിച്ച് രാഹു ദശയിൽ വരുന്ന ദോഷത്തിന് പരിഹാരമായിട്ട് സന്ധ്യാസമയത്ത് സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകം നടത്താം. അതിലൊരു കാര്യമുണ്ട്. കാരണം താരകാസുര നിഗ്രഹണ സമയത്ത് സുബ്രഹ്മണ്യൻ സർപ്പാകൃതി കൊണ്ട് അപ്രത്യക്ഷനായിട്ട് പാർവതീദേവി അമ്മ 108 ശുക്ലപക്ഷ ഷഷ്ടി നോറ്റ് അവനെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം പുരാണങ്ങളിലുണ്ട്. അപ്പൊ സുബ്രഹ്മണ്യനും, സ്കന്ദൻ എന്ന സുബ്രഹ്മണ്യനും സർപ്പവുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ രാഹുദോഷം പരിഹരിക്കാൻ സുബ്രഹ്മണ്യന് സന്ധ്യയ്ക്ക് ഭസ്മാഭിഷേകം വളരെ നല്ലതാണ്. രാഹുവിനെ സംബന്ധിച്ച് രാവിലെയും പകലും അനുഭവബലം, ശക്തി ഏകദേശം ഒരുപോലെയാണ്. അതാണ് രാഹുവിൻ്റെ പ്രത്യേകത. രാഹുദശാകാലത്താണ് അപകടങ്ങൾ, ദുരിതങ്ങൾ, മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതും രാഹുദശാകാലത്തായിരിക്കും. തൊഴിൽ നഷ്ടം രാഹുദശയും 7.5 ശനിയും കൂടി വരും. ആ സമയത്ത് നമുക്കുണ്ടാകുന്ന വിമ്മിഷ്ടം പറയാവതല്ല. എന്നുവെച്ചാൽ രാഹുവും ശനിയും ഭൗമസാമ്യത്തിൽ ഈക്വലാണ്. അപ്പൊ 2 7.5 ശനിയുടെ ഫലം, അല്ലെങ്കിൽ 2 രാഹുദശയുടെ ഫലം 7.5 ശനി കാലത്ത് രാഹുദശയും കൂടി വന്നാൽ വന്നുപെടും. ഇത് കാര്യങ്ങളൊന്നും മനുഷ്യൻ അറിയുന്നില്ല. കാര്യം നമ്മൾ ശാസ്ത്രയോഗത്തിലാണ്. സ്കാനിങ്ങിൻ്റെയും അതുപോലെ സൂപ്പർ സ്കാനിങ്ങിൻ്റെയും അതുപോലുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്തരം ഗതിവിഗതികൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ രാഹുവിനെ കുറിച്ച് പറയേണ്ടി വരും. ഞാനത് കൂട്ടി പറയുന്നില്ല. അത് വെറുതെ നമ്മുടെ എപ്പിസോഡ് വൃഥാസ്ഥൂലത ഉണ്ടാക്കും. നമുക്ക് മേടൻ രാശിയിൽ രാഹു നിന്നാലത്തെ ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം. ബുദ്ധി, ശാസ്ത്രപഠനം, അസൂയ, കുസൃതി, അതുപോലെ അന്യാക്ഷേപം മുതലായ കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. മേടത്തിലെ രാഹു നേരത്തെ പറഞ്ഞ രീതിയിൽ
വൈദ്യശാസ്ത്ര പഠനത്തിനോ മേലനങ്ങാതെ ധനം ലഭിക്കാനോ സാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രേമവിഷയങ്ങൾ അവിടെയും ഉണ്ടാകാം. അത് അവൻ്റെ നിൽപ്പും അവൻ്റെ സ്ഥാനബലവും അനുസരിച്ചായിരിക്കും. ഇതെല്ലാം മറ്റ് ഗ്രഹങ്ങളെയൊക്കെ ആശ്രയിച്ചായിരിക്കും അവിടെ നിൽക്കുന്നത്. പിന്നെ മേടം ചൊവ്വയുടെ ക്ഷേത്രമാണ്. അപ്പൊ ചൊവ്വ അയാളുമായിട്ട് രാഹുവായിട്ട് സമസ്ഥാനീയനാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഉള്ള ഫലം പറഞ്ഞത്. ഇടവം ശുക്രന്റെ ക്ഷേത്രമാണ്. ശുക്രൻ രാഹുവുമായി അടുപ്പമുള്ള ആളാണ്. ശുക്രന്റെ ക്ഷേത്രത്തിൽ രാഹു നിന്നാൽ പ്രേമബന്ധങ്ങൾ, പെട്ടെന്ന് ചെറുപ്പത്തിലെ വിവാഹം നടക്കുക, അപവാദം കേൾക്കുക, ധനപരമായി ഉന്നതി ഉണ്ടാകുക, അത് തന്നെ കീഴ്പോട്ട് പോകുക, പൊതുജനമധ്യത്തിൽ പ്രഖ്യാതനാവുക, അതുപോലെ തന്നെ കീഴ്പോട്ട് പോവുക, വിജയപരാജയങ്ങൾ ഒരേപോലെ ഉണ്ടാകുക എന്നെല്ലാം ഇടവത്തിലെ രാഹുവിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. മിഥുനം ബുധന്റെ ക്ഷേത്രമാണ്. മിഥുനവും രാഹുവുമായിട്ട് അടുപ്പമുള്ള ഗ്രഹമാണ്. കുശാഗ്ര ബുദ്ധിയായിരിക്കും. ശാസ്ത്രബോധം ഉണ്ടാവും. നിഗൂഢ ശാസ്ത്രങ്ങളിൽ പരിചയം ഉണ്ടാവും. പൂജാതി കർമ്മങ്ങളിൽ വളരെ മിടുക്കനായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവും. വിദേശയാത്ര ഉണ്ടാവും. അന്യഭാഷ പഠനം ഉണ്ടാവും. പാണ്ഡിത്യം ഉണ്ടാവും. പക്ഷേ ഇത് കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ പ്രയാസവുമായിരിക്കും. ഭയങ്കര അറിവായിരിക്കും. പക്ഷെ ആ അറിവ് മറ്റൊരാൾക്ക് പകരാൻ പ്രയാസമുള്ള ആളായിട്ട് തോന്നാം. പരീക്ഷകളിലും എഴുത്ത് പരീക്ഷകളിലും എല്ലാം ജയിക്കും. ഭാഷാ സ്വാധീനം ഉണ്ടാവും. പക്ഷെ ആ ഭാഷ എടുത്ത് പ്രയോഗിക്കാൻ എവിടെയോ എന്തോ കുഴപ്പങ്ങൾ സംഭവിക്കാം. പക്ഷെ അവിടേക്ക് വ്യാഴ ദൃഷ്ടി വരികയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ശുവന്റെ ദൃഷ്ടി വരികയോ ഒക്കെ ചെയ്താൽ കാര്യങ്ങൾ മാറി വരികയും ചെയ്യും. കർക്കിടകൻ ചന്ദ്രന്റെ ക്ഷേത്രമാണ്. രാഹുവും ചന്ദ്രനും തമ്മിൽ ഗ്രഹണത്തെക്കുറിച്ച് ഓർക്കണം. ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം, ഇങ്ങനെ ഗ്രഹണങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ചന്ദ്രനും രാഹുവായിട്ട് ബന്ധപ്പെട്ട് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്ന മിത്ത് നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. അപ്പോ ചന്ദ്രന്റെ ക്ഷേത്രമായ കർക്കിടകത്തിൽ രാഹു നിന്നാൽ കാര്യതടസ്സം, എല്ലാ കാര്യത്തിലും മനോവിഷമങ്ങൾ, അനാവശ്യമായ ടെൻഷനുകൾ, പ്രസിദ്ധി പെട്ടെന്ന് മറയുക, കീർത്തിക്ക് പോറലേൽക്കുക, ദുഷ്പ്രചരണങ്ങൾ ഉണ്ടാകുക, അന്യാക്ഷേപം ചെയ്യുക, ധനപരമായി മേലോട്ടും കീഴോട്ടും പോകുക, മനസ്വസ്ഥത ചന്ദ്രൻ മനസ്സിന്റെ കാരകം കൂടിയാണ്. അപ്പൊ ആ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുക മുതലായ കാര്യങ്ങൾ കർക്കിടകത്തിലെ രാഹു തന്നേക്കാം. വ്യത്യാസം വരാം. വ്യത്യാസം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണെന്ന്. ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി. ഇനി ചിങ്ങം സൂര്യന്റെ ക്ഷേത്രമല്ലേ. സൂര്യനും രാഹുവായിട്ട് സുഖത്തിലൊന്നുമല്ല. അപ്പൊ ചിങ്ങത്തിൽ രാഹു നിന്നാൽ ക്രൂരത, വിഷവസ്തുക്കൾ, മരുന്ന്, അതുപോലുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുക, ക്ഷുദ്രം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം, വാക്പാരുഷ്യം, അതുപോലെ ജനനേതൃത്വം ഉണ്ടെങ്കിലും ജനങ്ങൾ ശക്തിയായി വെറുക്കുക, തെരഞ്ഞെടുപ്പിലും മറ്റും പരാജയപ്പെടുത്തുക, അങ്ങനെയുള്ള സംഭവങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകും. ഇവരുടെ വാക്കുകൾക്ക് ശ്രീത്വം കുറയും. ഇവരെ എന്തെങ്കിലും വായിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് അത് മറ്റുള്ളവർക്ക് ദ്രോഹമായി തീർന്നു കഴിഞ്ഞിട്ട് ആ ആൾക്ക് വേണ്ട സഹായം ചെയ്യാൻ പുറകെ നടക്കും. ഒരുതരം ഷടയോഗം, ഷടത്വം ഉണ്ടാകും. കന്നി ബുധന്റെ ക്ഷേത്രമാണ്. ബുധനും രാഹുവും അടുപ്പക്കാരാണ്. അറിവ്, വിദ്യ, കുശാഗ്രബുദ്ധി, സർജറി, അതുപോലെ ശാസ്ത്രാവലോകനം, ശാസ്ത്രബോധം, ഡോക്ടർ, വൈദ്യൻ, അതുപോലെ നല്ല ശാസ്ത്രജ്ഞൻ, നല്ല സംഭാഷണ കലയിൽ ബിരുദമുള്ള വ്യക്തി എന്നെല്ലാം നമുക്ക് ബുധൻ രാഹുവായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് പറയാം. കന്നി കഴിഞ്ഞാൽ പിന്നെ തുലാമാണ്. തുലാം ശുക്രന്റെ ക്ഷേത്രമാണ്. ശുക്രന്റെ ക്ഷേത്രത്തിൽ രാഹു നിന്നാൽ സാധാരണഗതിയിൽ വലിയ കച്ചവട പ്രമാണി, ധാരാളം ലാഭം, അതുപോലെ സ്വർണ വ്യാപാരത്തിൽ കയറ്റവും ഇറക്കവും സംഭവിക്കുന്ന സ്വഭാവം, നീതിബോധം, സത്യസന്ധത, വക്കീൽ പണി, ജഡ്ജി,
മജിസ്ട്രേറ്റ് മുതലായ അവസ്ഥയിൽ നല്ല സർജന്മാരും വേണമെങ്കിൽ ആയിത്തീരാം. പിന്നെ വൃശ്ചികമാണ് വരുന്നത്. വൃശ്ചികം ചൊവ്വയുടെ ക്ഷേത്രമാണ്. ചൊവ്വയും രാഹുവും സമന്മാരാണ്. വൃശ്ചികത്തിന്റെ രാഹു എപ്പോഴും ശാസ്ത്ര പഠനത്തിൽ താല്പര്യം, മനസ്സ് കലുഷിതമാകുക, നല്ല ഡോക്ടർമാരിൽ സർജന്മാർക്ക് വഴിവെച്ചു കൊടുക്കുക. എന്നിരുന്നാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കോപികളും ദുഃഖിതരും ഹൃദയ സംബന്ധമായി എന്തെങ്കിലും അരോഗ്യം സംഭവിക്കുന്നവരുമായി മാറാനുള്ള സാധ്യതയും ഉണ്ട്. ധനു വ്യാഴത്തിന്റെ ക്ഷേത്രമാണ്. വ്യാഴവും രാഹുവും തമ്മിൽ ശത്രുതയുണ്ട്. പക്ഷെ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന രാഹുവിനെ വ്യാഴം വെറുതെ വിടില്ല. മതിൽക്ക് പുറത്ത്, വേലിക്ക് പുറത്ത് ഇറങ്ങി കളിക്കാൻ സമ്മതിക്കില്ല. കാരണം അവിടെ നിന്ന് കൂടുതൽ ദ്രോഹങ്ങൾ ചെയ്യാൻ വ്യാഴം അനുവദിക്കില്ല. അത് വ്യാഴത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ശത്രു ആണെങ്കിൽ പോലും അയാളെ ഒരു പ്രത്യേക രീതിയിൽ അവിടെ പിടിച്ചു നിർത്തി വലിയ ദോഷമില്ലാതെ ആവറേജ് ആയിട്ട് ഗുണദോഷ മിശ്ര ഫലങ്ങൾ അവിടെ തരും. വിദ്യാ തടസ്സം, തൊഴിൽ തടസ്സം, എന്നാ തൊഴിലുണ്ട്, ധനലാഭം, ധനവ്യയം, അതുപോലെ പൊതുജന മധ്യത്തിൽ കീർത്തിമാനാകുക, അത് തന്നെ കീഴ്പോട്ട് വരിക, ഇങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാക്കിക്കളയും. പ്രേമവിവാഹം ഉണ്ടാകും. ആ വിവാഹത്തിൽ ചിലപ്പോൾ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം. ഡൈവോഴ്സ് വരെ ഉണ്ടാകാനുള്ള സാധ്യതകൾ അവിടെ സംഭവിക്കാം. മകരം ശനിയുടെ ക്ഷേത്രം. ശനി രാഹുവിൻ്റെ സുഹൃത്താണ്. മകരത്തിൽ നിൽക്കുന്ന രാഹു സർവലാഭസിദ്ധി നൽകുന്നു. അലസത, മടി, ഉദരരോഗം, അതുപോലെ ത്വക്ക് രോഗങ്ങൾ മുതലായ കാര്യങ്ങൾ, ശ്വാസതടസ്സം, ഈ ആദി കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുവരുമെങ്കിലും അവിടെ രാഹു ഈ ജാതകന് ഒരുപാട് ഗുണങ്ങളായിരിക്കും നൽകുന്നത്. ചെറിയ ദോഷങ്ങളുണ്ടാകും, എന്നാലും ഗുണങ്ങളായിരിക്കും നൽകുന്നത്. കുംഭം ശനിയുടെ ക്ഷേത്രമാണ്. ശനിക്ക് രാഹുവിനോട് വിരോധമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ കുംഭമാസത്തിൽ നിൽക്കുന്ന രാഹു സാധാരണഗതിയിൽ പ്രേമം, ഒന്നിലധികം വിവാഹയോഗം, തന്നേക്കാൾ പ്രായമുള്ളവരുമായിട്ടുള്ള വിവാഹബന്ധം, ഭിന്നജാതിയിൽ നിന്നുള്ള വിവാഹം, ധനം, ഐശ്വര്യം, എന്നാൽ ഇവയ്ക്കെല്ലാം സൽഗതിയിലുള്ള ചെലവാക്കലല്ല, മറ്റ് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കി ധനവ്യയം ചെയ്യുന്ന സ്വഭാവം, വിദേശയാത്ര, വിദേശത്ത് തൊഴിൽ, അന്യഭാഷ പഠനം, ഇവ കാര്യങ്ങൾ അവിടെ കൊണ്ടുവരും. മീനൻ രാശി വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്. മീനൻ രാശിയിലാണെങ്കിലും രാഹുവിനെ സംബന്ധിച്ച് രാഹുവിൻ്റെ അഭ്യാസം മീനം സമ്മതിക്കില്ല. ഒന്നിനും ധൈര്യം ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഒരു തിരക്കഥ പോലെ ഉണ്ടാക്കിയൊക്കെ വയ്ക്കും. ആ തിരക്കഥകളൊന്നും നല്ലതല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ വ്യാഴം സമ്മതിക്കില്ല. അന്യസ്ത്രീ പ്രസക്തി ധാരാളം ഉണ്ടാകും. പക്ഷേ അങ്ങോട്ട് അടുക്കാനോ ബന്ധപ്പെടാനോ വ്യാഴം സമ്മതിക്കില്ല. ധൈര്യം ഉണ്ടാവില്ല, കാര്യത്തിന് ധൈര്യം ഉണ്ടാവില്ല. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, പണമിടപാട് സ്ഥാപനങ്ങൾ നടത്തി പലരെയും പറ്റിക്കാൻ നോക്കിയാലും ഭൂമി വിറ്റ് തിരിച്ച് കാശ് കൊടുക്കുന്ന അവസ്ഥ. വിദേശയാത്രയ്ക്ക് പോകും, അവിടെ ചെന്നാലും ഈ പറയുന്ന രീതിയിലുള്ള ദുരനുഭവങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം താങ്ങും തണലുമായി ഈ മീനൻ രാശിയുടെ ഉടമസ്ഥൻ വ്യാഴം വരുന്നു. അവിടെ മധ്യസ്ഥനെ പോലെയോ സംരക്ഷകനെ പോലെയോ വ്യാഴം വന്ന് ആ വ്യക്തിയെ, അവളെ അല്ലെങ്കിൽ അവനെ രക്ഷിക്കുന്നു എന്നുള്ള പ്രത്യേകതയും രാഹുവിന് പറയേണ്ടതാണ്. രാഹുവിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാം. ലഗ്നാല 7 നിൽക്കുന്ന രാഹു പുരുഷനാണെങ്കിൽ വിധവാ ബന്ധം, ഭാര്യ ഉണ്ടാവും. ഭാര്യ കൂടാതെ ഒരു വിധവാ ബന്ധം ഉണ്ടാകാനുള്ള ന്യായം. സ്ത്രീ ജാതകത്തിൽ 7 രാഹു നിന്നാൽ അവൾ പതിവ്രതയായിരിക്കും. പക്ഷേ അവളുടെ ഭർത്താവിന് അന്യസ്ത്രീ പ്രസക്തി, വിധവാ ബന്ധം മുതലായ കാര്യങ്ങൾ, ഇതുപോലെ 100 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ഇത് നീട്ടി വലിച്ച് പാലുമിഠായി പോലെ പറഞ്ഞു പോകാവുന്നതാണ്. അത് പറയുന്നില്ല. അപ്പൊ ഏകദേശ രൂപത്തിൽ നമ്മൾ രാഹുവിൻ്റെ ചിത്രം വരച്ചു.
ആ രാഹു ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം ഏതെല്ലാം, അത് പരിഹരിക്കപ്പെടുന്നത് എങ്ങനെ, ഏത് രീതിയിൽ എന്നെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രാഹുദോഷത്തിന് നമ്മൾ ചെയ്യേണ്ട കാര്യം രാഹുവിൻ്റെ സ്തോത്രം ജപിക്കുക, ശിവക്ഷേത്രത്തില് കർഗഹോമം അല്ലെങ്കിൽ ധാര, പിൻവിളക്ക് മുതലായ കാര്യങ്ങൾ നടത്തുക, സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, ചെറുതരം വഴിപാടുകൾ കഴിക്കുക മുതലായ കാര്യങ്ങൾ രാഹുദശയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. രാഹുദശ ഒരിക്കലും പരിപൂർണമായി നന്നാവുമെന്ന് ആരും ധരിക്കരുത്. അത് നേരത്തെ സൂചിപ്പിച്ചതാണ്. 18 കൊല്ലമാണ്. 18 കൊല്ലത്തിൽ വരുന്നതായ കലാമിറ്റികൾ. ആ സമയത്ത് ഒരു 7.5 ശനിയോ കണ്ടകശനിയോ എന്ന് വെട്ടാൽ അതിൻ്റെ ബലം ഇടുത്തി പോലെ വരുന്നതിൻ്റെ പ്രത്യേകത. ഇതെല്ലാം പറഞ്ഞതാണ്. തൊഴിലിനെ, വിവാഹത്തിനെ, ജീവിതത്തെ, ആരോഗ്യത്തെ, അതുപോലെ ഒട്ടെല്ലാ കാര്യങ്ങളിലും രാഹു തൊട്ട് തലോടും. പക്ഷേ രാഹു അനുഗ്രഹിക്കുകയും ചെയ്യും. ചില സമയങ്ങളിലെല്ലാം വളരെ വലിയ അനുഗ്രഹങ്ങൾ തരും, ചില സമയത്തെല്ലാം കടുത്ത ദ്രോഹങ്ങളും ഇവൻ ചെയ്തു വയ്ക്കും എന്നുള്ളതാണ് രാഹുവിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. സ്വാത്യഗ്രഹമല്ല രാഹു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഈ അധ്യായം ഇഷ്ടപ്പെട്ടു എന്ന ധാരണയോടുകൂടി തൽക്കാലം വിനയപൂർവ്വം വിട പറയട്ടെ. വീണ്ടും കാണാം. നന്ദി.